നമസ്കാരം. വൈഡ് ആംഗിൾ മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കാറിന്റെ ഉള്ളിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടായിരിക്കും. ആമസോൺ പ്രൈമും യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? വാഹനമുള്ള എല്ലാവർക്കും ഒരുപക്ഷെ ഉപയോഗമായേക്കാവുന്ന ഒരു ഗാഡ്ജറ്റാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തും മുമ്പ് ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കാം. ഇത് നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. വീഡിയോ കണ്ടുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്നത് പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോ പ്ലേ ചെയ്യാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്തിന് ഈ ഉപകരണം പരിചയപ്പെടുത്തുന്നു എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ഒരു പാർക്കിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയുടെ കൂടെ ഒരു വലിയ ഷോപ്പിങ്ങിലോ എല്ലാം പോകുമ്പോൾ നമ്മൾ വാഹനത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയം, നമുക്ക് സമയം നീങ്ങാൻ വേണ്ടിയിട്ടൊക്കെ തികച്ചും യൂസ്ഫുള്ളായ ഒരു ഉപകരണമാണിത്. പലപ്പോഴും ഇത്തരം ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എടുത്തു മാറ്റിയിട്ട് പകരം നമ്മൾ അക്സസറീസ് ഷോപ്പിൽ നിന്നും നമ്മുടെ വാഹനത്തിൽ ഘടിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും വാഹനങ്ങൾ ഓടുമ്പോൾ തീ പിടിക്കുന്നതിനും വലിയ അപകടങ്ങൾക്കുമൊക്കെ സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ സാക്ഷിയായിട്ടുണ്ട്. അപകടങ്ങൾ ഒന്നും കൂടാതെ തന്നെ നമ്മുടെ USB പോർട്ടിലേക്ക് ഈ ഒരു ഗാഡ്ജറ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി വീഡിയോസ് നമ്മുടെ വാഹനത്തിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ പ്ലേ ചെയ്യുവാനായിട്ട്. നമ്മുടെ പ്രീമിയം കാറുകളിൽ ടോപ്പ് എൻഡിൽ വരുന്ന സിസ്റ്റം പോലും പലപ്പോഴും നമുക്കൊരു മൊബൈൽ ഫോൺ പോലെയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും പോലുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പോൾ നിലവിൽ ഉണ്ട് എങ്കിലും നമ്മൾ പലപ്പോഴും അത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഇപ്പോഴും പല വാഹനങ്ങളിലും സാധിക്കുന്നില്ല. അത്തരം പരിമിതികളെ മറികടക്കുവാനും ഈ ഡിവൈസിന് സാധിക്കും. വളരെ കോമ്പാക്റ്റും ഏറെ സൗകര്യപ്രദവുമായ ആ ഡിവൈസ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം അതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. കാർലിങ്ക് കിറ്റ് എന്ന ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒരു ഡിവൈസ് ആണ് ഇത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് CPC 200 T-Box Plus എന്ന മോഡലാണ്. ഇതിൽ നമുക്ക് സിം യൂസ് ചെയ്യാൻ പറ്റും. കോൾകോം പ്രോസസർ ആണ് ഇതിൽ വരുന്നത്. 4GB റാമും 64GB ഇന്റേണൽ മെമ്മറിയും ഉണ്ട്. ഫസ്റ്റ് കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വളരെ സ്ട്രോങ് ആയ ഒരു കവറാണ് ഡിവൈസിന്. ഒരു 3D ടെക്സ്ചറുള്ള ഇളം നീല കളറോട് കൂടിയ ഒരു ഡിസൈൻ ആണ് ഇതിൻ്റെത്. കാർലിങ്ക് കിറ്റ് എന്ന കമ്പനിയുടെ പേരും ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ഈ സൈഡിൽ മെമ്മറി കാർഡ് ഇടാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ട് ഉണ്ട്. ഈ ചാർജിങ് പോർട്ടിൽ നമ്മുടെ ഡാറ്റ കേബിൾ കുത്തി USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഡിവൈസ് വർക്കാകുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലാണ് നമ്മുടെ സിമ്മിൻ്റെ സ്ലോട്ട് വരുന്നത്. അതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അധികം തെന്നി പോകാതിരിക്കാനുള്ള ഒരു ടൈപ്പ് ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് അതിൻ്റെ എയർ വെൻറ്റും മോഡൽ നെയിമും മാത്രമാണ് പിന്നീട് ബാക്കിലുള്ളത്. ഒരു സ്ട്രോങ് കേസിനകത്താണ് വന്നിരിക്കുന്നത്. USB-യും C ടൈപ്പും കണക്ട് ചെയ്യാവുന്നതും രണ്ട് സൈഡിലും C ടൈപ്പുള്ള രണ്ട് കേബിളുകളാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഇതിനകത്ത് യൂസർ മാനുവലും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ അടങ്ങുന്ന ബോക്സ് ആണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. ഈ ഡിവൈസിന്റെ വിലയെന്ന് പറയുന്നത് 4800 രൂപ മുതൽ 15000 രൂപ വില വരുന്ന ഡിവൈസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി നമ്മുടെ ക്രെറ്റയുടെ ഫുൾ ഓപ്ഷൻ നൈറ്റ് എഡിഷൻ ആണ് ഈ കിടക്കുന്നത്. ഇത് കണക്ട് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഓൾറെഡി കണക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. വയർ ഉപയോഗിച്ചേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വാഹനത്തിൽ ഇത് കണക്ട് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വാഹനത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കേബിളാണ്. ഈ കേബിൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഡിവൈസ് കൊണ്ട്. ഈ കേബിൾ അങ്ങോട്ട് മാറ്റിയേക്കാം. ഇനി നമ്മുടെ പുതിയ ഡിവൈസ് അങ്ങോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഈ വാഹനത്തിന്റെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഇതിനകത്ത് GPS ഒക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്ത് നോക്കാം ഇതിൽ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന്. അത് തന്നെ നമുക്ക് ഡിവൈസിനകത്തേക്ക് നമ്മുടെ സിം ഇടാം. നാനോ സിം ആണ് ഇപ്പോൾ ഫോണിലെല്ലാം ഉപയോഗിക്കുന്നത് പോലെ തന്നെ നാനോ സിം ആണ് ഇതിലേക്ക് ഇടേണ്ടത്. നമുക്ക് വാഹനത്തിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തു. അപ്പോൾ തന്നെ
2 ഇൻഡിക്കേറ്റർ LED തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാം. ഇത് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റലിജന്റ് ഇന്റർ കണക്ഷൻ സിസ്റ്റം. ഓക്കെ, അതിൻ്റെ ഇന്റർഫേസിൽ ഒന്ന് മാറ്റം കണ്ടോ. ഈ സൈഡിൽ നമ്മുടെ മാപ്പ് വന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ വണ്ടിയുടെ സ്പീഡ് കാണിക്കും. നമ്മുടെ വാഹനം മൂവ് ചെയ്യുവാണെങ്കിൽ. ഇനി നമുക്ക് ഇതിലെ ഏതൊക്കെ ആപ്പുകൾ എടുക്കാവുന്നത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീനായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ മെനു നമുക്ക് ഇതിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ നമുക്ക് ഷോർട്ട് കട്ടുകൾ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് എളുപ്പം എടുക്കേണ്ട എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് വായിക്കുവാനും ഇത് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഈ ഓട്ടോ കിറ്റ് എന്ന് പറയുന്ന ആ ഒരു മെനു കണ്ടോ, അതിലാണ് നമ്മൾ വയർലെസ് ആയിട്ട് നമ്മുടെ ആപ്പിൾ കാർപ്ലേയോ ആൻഡ്രോയിഡ് ഓട്ടോയോ യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഒരു മൊബൈൽ ഫോൺ പോലെയായി നമ്മുടെ ഇപ്പം ഈ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഓൾ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്ലേ സ്റ്റോർ ഉണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം, നമുക്കിപ്പോൾ ഫേസ്ബുക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. 18, 20 നല്ല അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ തന്നെയാണ് ഡൗൺലോഡ് ആയിക്കഴിഞ്ഞു. അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് നമ്മുടെ കാറിലൊക്കെ നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ്. മിക്കവാറും ഇതുപോലെ നമുക്ക് വാട്സപ്പ് എടുക്കാം. വാട്സപ്പ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മെസ്സേജസ് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് ഫോണിനകത്തെ കീബോർഡ് എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ. ഓക്കെ, നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞത് തന്നെ അത് കണ്ടോ, 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഏറ്റവും വലിയ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നത് നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുമോ എന്നുള്ള ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ യൂട്യൂബ് തന്നെ എടുത്ത് നോക്കാം. നമ്മൾ യൂട്യൂബിലാണല്ലോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോ വന്നു. നമ്മുടെ സ്വന്തം ചാനലൊന്ന് എടുത്തു നോക്കാം. വൈഡ് ആംഗിൾ മലയാളം 2 എടുത്തു. ഓക്കെ, ഇത് നമ്മുടെ തന്നെ ഒരു വീഡിയോ ആണ്. ഓക്കെ, വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഇത് എപ്രകാരം വർക്ക് ചെയ്യും എന്ന് നോക്കാം. ഇത് കട്ടായി പോവുക ഒന്നുമില്ല. ആദ്യം തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ വാഹനം ഓടിക്കുന്നത്. ഇതുപോലെ വാഹനം ഓടിച്ചുകൊണ്ട് വീഡിയോ പ്ലേ ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ യൂട്യൂബ് ഒക്കെ ഇതിൽ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലനണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാൽ, ഏത് തുറങ്കിൽ അടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തൻ ചെയ്യുന്ന സാധാരണഗതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. അങ്ങനെ നോക്കാതെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കൂടെ ഇരിക്കുന്നവർക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും എന്റർടൈനിങ് ആയ ഇതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും എന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഉപകാരമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ വീണ്ടും പോവാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോയിൽ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വലിയ അപകടത്തിന് അത് കാരണമാകും. ഇതിലെ വയർലെസ് മൗസ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കീബോർഡ് ഒക്കെ ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗെയിമുകളൊക്കെ കളിക്കാനായിട്ടുള്ള ഒരു മോണിറ്ററായിട്ട് നമുക്ക് നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തെ മാറ്റി ഉപയോഗിക്കാനായിട്ട് ഈ ഡിവൈസ് കൊണ്ട് സാധിക്കും എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. GPS ഉള്ളത് കൊണ്ട് തന്നെ മാപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫോൺ കുത്തിയിടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ സ്ക്രീനിൽ നോക്കിയിരിക്കുകയോ വേണ്ട. ഫോൺ അധിക നേരം നമ്മളിങ്ങനെ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഫോൺ ചൂടാകുന്നതൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഇതൊക്കെ ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ആ രീതിയിലും
ഇത് ഏറെ സൗകര്യപ്രദമാണ്. സാധാരണഗതിയിൽ നമ്മുടെ വാഹനത്തിന്റെ ഇന്റർഫേസ് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ മാറാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലും. വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ റിവേഴ്സ് ഗിയർ അപ്ലൈ ചെയ്താൽ നേരെ റിവേഴ്സിന്റെ നമ്മുടെ ക്യാമറ റിവേഴ്സിലുള്ളത് ഓൺ ആകും. ഈ ഡിവൈസ് എൻ്റെ ധാരണയിൽ ഏറ്റവും അധികം ഉപകാരപ്പെടാൻ പോകുന്നത് മാരുതിയുടെ ഉപഭോക്താക്കൾക്കായിരിക്കും. കാരണം എൻട്രി ലെവൽ വാഹനം മുതൽ അവരുടെ പ്രീമിയം വാഹനങ്ങളിൽ വരെ വരുന്നത് ഒരൊറ്റ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഏത് വാഹനമാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അമ്മാതിരി എല്ലാ വാഹനങ്ങളിലും ഒരു വ്യത്യാസമില്ലാത്ത മെനുവോട് കൂടിയ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് ഈ വാഹനത്തിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്രകാരമായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീണ്ടും നെറ്റ്ഫ്ലിക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ വാഹനത്തിന്റെ സൗണ്ട് ക്വാളിറ്റി തന്നെ മാറ്റിമറിക്കപ്പെട്ടു കേട്ടോ. സാധാരണ ഇതിനകത്ത് പാട്ട് കേട്ടാൽ ഇത്രയും ഒരു സുഖമോ അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റോ ഒന്നുമില്ല. നല്ല എന്താ പറയുക, അടിമുടി ഇതിനകത്ത് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ മാരുതിയുടെ വാഹനമാണ്, ഇത്രയും ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് അതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ന്യൂസൊക്കെ കേൾക്കുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീന് ഓഫ് ചെയ്ത് വെച്ചാലും ഈ ന്യൂസ് കേട്ടുകൊണ്ട് വേണേൽ നമുക്ക് യാത്ര ചെയ്യാം. അതിലെ വീഡിയോ കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വാഹനത്തിൽ ഇരുന്ന മ്യൂസിക് സിസ്റ്റം മാറ്റി വെച്ചൊരു ഫീലാണ് ഉണ്ടായിരിക്കുന്നത്. അത്ര ഓഡിയോ ക്വാളിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഫാനായി മാറി എന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വളരെ ഫീച്ചേഴ്സ് കുറഞ്ഞ ഒരു വാഹനമാണെങ്കിലും ഈ ഒരു ഡിവൈസ് കൊണ്ട് ഫീച്ചർ റിച്ച് ആക്കാനായിട്ട് സാധിക്കും എന്നത് ഈ ഡിവൈസിന്റെ ഏറ്റവും വലിയ ഗുണമാണ്. ഞാൻ ഈ വാഹനത്തിന് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം മാറണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ആ റിസ്കിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ ഡിവൈസ് കണക്ട് ചെയ്ത് തുടർന്ന് ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാഹനത്തിൽ അധികം മോഡിഫിക്കേഷൻസ് ഇല്ലാതെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും 100% യൂസ്ഫുൾ ആയ ഒരു ഡിവൈസാണിത്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉള്ള വാഹനത്തില് അതിലൂടെ നമ്മൾ പാട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേൾക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും നമ്മുടെ സ്പീക്കർ സെറ്റപ്പും എല്ലാം മാറ്റി എന്ന് തോന്നുന്ന രീതിയിൽ, അടിമുടി സിസ്റ്റത്തെ മാറ്റിമറിച്ചു എന്ന് തോന്നുന്ന ഒരു രീതിയിലാണ് ഈ ആൻഡ്രോയിഡ് ഡിവൈസ് ഈ വാഹനത്തിൽ വർക്ക് ചെയ്തത് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക തന്നെ ചെയ്യണം. മറ്റു കുറെ വാഹനങ്ങളിലൂടെ ഈ ഡിവൈസ് കണക്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇത് നമ്മൾ വെന്യൂവിനകത്ത് കുത്തി നോക്കി. വെന്യൂവിനകത്ത് വയർലെസ് കാർപ്ലേ ആണ്. നമ്മൾ മറ്റേ 2 വാഹനത്തിൽ നോക്കിയപ്പോൾ അതിൽ വയേർഡ് ആപ്പിൾ കാർപ്ലേ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. വിത്ത് വയർലെസ് ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ കണക്റ്റ് ആക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വയർലെസ് കാർപ്ലേയോ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയോ ഉള്ള വാഹനമാണെങ്കിൽ അതിലേക്ക് മേടിക്കാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോയോ കാർപ്ലേയോ ആണ് നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വന്നിരിക്കുന്നതെങ്കിൽ അതിൽ കണക്റ്റ് ആകത്തില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വെനുവിൽ കുത്തിയിട്ട് അതിൽ വർക്ക് ആകുന്നില്ല. അപ്പോൾ വയേർഡ് ആയിട്ടുള്ള കാർപ്ലേയോ ആൻഡ്രോയിഡ് ഓട്ടോയും ഉള്ള വാഹനങ്ങളിൽ മാത്രമേ ഈ ഡിവൈസ് വർക്ക് ആകത്തുള്ളൂ. കാർപ്ലേ തീർച്ചയായിട്ടും വാഹനത്തിലുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആകത്തുള്ളൂ. അത് വയേർഡ് ആയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം. ഞാൻ അനീഷ് മാമുട്ടി.